Hi dears and welcome to a new video. Calicut യൂണിവേഴ്സിറ്റിയിലെ ബി.എഡ് അഡ്മിഷൻസ് ബി.എഡ് അപ്ലിക്കേഷൻസ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഒരുപാട് പേര് വെയിറ്റ് ചെയ്തിരിക്കുന്ന ഒരു പ്രോഗ്രാമാണ് ബി.എഡ്. കുറച്ച് ഡിലേ ആയിട്ടുണ്ട് അപ്ലിക്കേഷൻ സ്റ്റാർട്ട് ചെയ്യാൻ. അത് പല കോളേജസിനും റെക്കഗ്നിഷൻ ഉണ്ടോ ഈ കൊല്ലം എങ്ങനെയാണ് കാര്യങ്ങൾ എന്നുള്ളത് ഒരു ഡൗട്ടായി നിന്നതുകൊണ്ടാണ് കുറച്ച് ലേറ്റ് ആയിട്ടുള്ളത്. എനിവേ നൗ ഇറ്റ്സ് ടൈം ടു അപ്ലൈ ഫോർ ബി.എഡ് പ്രോഗ്രാം 2021. 2 ഇയർ ബി.എഡ് ആണ്. ഇപ്പോൾ റീസെൻ്റ്ലി 2 ഇയേഴ്സ് ആണ്. സോ ഡീറ്റെയിൽസ് ഇന്നത്തെ വീഡിയോയിൽ നമുക്ക് ബി.എഡ് പ്രോഗ്രാമിൻ്റെ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റീൻ്റെ അണ്ടറിൽ വരുന്ന ബി.എഡ് പ്രോഗ്രാംസിൻ്റെ ഡീറ്റെയിൽസ് കാണാം. സോ ആദ്യം തന്നെ ചാനൽ ഇതുവരെയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക. പിന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ആൻഡ് ഓൾസോ ഷെയർ ദീസ് വീഡിയോസ്. സോ ലെറ്റ്സ് ഡയറക്ട്ലി മൂവ് ഓൺ ടു ദി ബി.എഡ് പ്രോഗ്രാം ഡീറ്റെയിൽസ്. സോ ഇതാണ് നമ്മുടെ ഒഫീഷ്യൽ വെബ്സൈറ്റ് admission.uoc.ac.in, അതായത് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയുടെ ഡയറക്ടറേറ്റ് ഓഫ് അഡ്മിഷന്റെ വെബ്സൈറ്റ് ആണ് നിങ്ങളിപ്പോൾ കാണുന്നത്. ഇവിടെ റൈറ്റ് സൈഡിൽ ബി.എഡ് പ്രോഗ്രാം 2021 അപ്ലൈ നൗ എന്ന് നിങ്ങൾക്ക് ഹൈലൈറ്റ് ചെയ്തിട്ട് കാണാം. സോ ക്ലിക്ക് ഓൺ ടു ദാറ്റ് ബി.എഡ് പ്രോഗ്രാം 2021. അപ്പോൾ അത് ക്ലിക്ക് ചെയ്താൽ നമ്മൾ ബി.എഡിൻ്റെ മാത്രമായിട്ടുള്ള വെബ്സൈറ്റിലേക്ക് എത്തും, അതായത് ആ പേജിലേക്ക് എത്തും. ഇവിടെ നോട്ടിഫിക്കേഷൻ, പ്രോസ്പെക്ടസ്, ഇൻസ്ട്രക്ഷൻ, ഫീസ് സ്ട്രക്ചർ, പിന്നെ സ്പെഷ്യൽ എഡ്യൂക്കേഷൻ, ഹിയറിംഗ് ഇംപയർഡിൻ്റെ ബി.എഡ് ഡീറ്റെയിൽസ്, നോട്ടിഫിക്കേഷനും പ്രോസ്പെക്ടസും എല്ലാ ഡീറ്റെയിൽസും ഇവിടെ തന്നെ കൊടുത്തിട്ടുണ്ട്. അപ്പം നിങ്ങൾക്ക് ജസ്റ്റ് യു ക്യാൻ ഗോ ത്രൂ ഓൾ ദീസ് ഡീറ്റെയിൽസ്. നമുക്ക് നോട്ടിഫിക്കേഷനും പ്രോസ്പെക്ടസും ഒന്ന് ഓടിച്ചിട്ട് കാണാം. അപ്പോൾ ഡേറ്റും കാര്യങ്ങളും ഒക്കെ അവിടെ അവൈലബിൾ ആയിരിക്കും. അപ്പോൾ നോട്ടിഫിക്കേഷൻ ഇതാണ് ബി.എഡ് 2021-2023 2 ഇയർ വരുന്ന 4 സെമസ്റ്റർ വരുന്ന ബി.എഡ് പ്രോഗ്രാമിൻ്റെ നോട്ടിഫിക്കേഷനാണ് നിങ്ങളിപ്പോൾ കാണുന്നത്. അവിടെ ഡീറ്റെയിൽസ് ഒക്കെ എലിജിബിലിറ്റി എന്ന് പറയുന്നത് ബി.എഡിൻ്റെ എലിജിബിലിറ്റി ഈസ് ഓരോ പ്രോഗ്രാമിനും ഡിഗ്രിയാണ് എലിജിബിലിറ്റി വരുന്നത് ബി.എഡിന്. പിന്നെ മോഡ് ഓഫ് രജിസ്ട്രേഷൻ ഓൺലൈൻ ആണ്, കംപ്ലീറ്റ്ലി ഓൺലൈൻ ആപ്ലിക്കേഷൻ ആണ്. ഫീ സ്ട്രക്ചർ രജിസ്ട്രേഷൻ ഫീ വരുന്നത് ജനറൽ കാൻഡിഡേറ്റ്സിന് 555 റുപ്പീസ് ആണ്, SC/ST കാൻഡിഡേറ്റ്സിന് 170 റുപ്പീസ് ആണ്. രജിസ്ട്രേഷൻ്റെ ലിങ്ക് ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഇറ്റ്സ് നത്തിങ് ബട്ട് അവർ ഒഫീഷ്യൽ വെബ്സൈറ്റ് admission.uoc.ac.in എന്ന ഒഫീഷ്യൽ വെബ്സൈറ്റ് തന്നെയാണ് കാണിച്ചിട്ടുള്ളത്. ഇനി ഡേറ്റ് നോക്കൂ. ഓൺലൈൻ ആപ്ലിക്കേഷൻ സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത് ഇന്ന്, അതായത് 10th September ആണ്. സോ 10/9/2021 കമൻസ്മെന്റ് ഓഫ് ഓൺലൈൻ രജിസ്ട്രേഷൻ. ഓൺലൈൻ രജിസ്ട്രേഷൻ ക്ലോസ് ചെയ്യുന്നത് 21/9/2021. അപ്പോൾ September 21 വരെയാണ് അപ്ലിക്കേഷൻസ് കൊടുക്കാനായിട്ട് സാധിക്കുക ബി.എഡിൻ്റെ. പിന്നെ ക്ലാസ് ഡീറ്റെയിൽസും പിന്നെ ഓരോ അലോട്ട്മെന്റ് ഡീറ്റെയിൽസും ഒക്കെ പിന്നീട് പ്രസിദ്ധീകരിക്കുന്നതായിരിക്കും. അപ്പോൾ ഇപ്പോൾ ഇത്രയും ഡീറ്റെയിൽസ് ആണ് നോട്ടിഫിക്കേഷനിൽ വന്നിട്ടുള്ളത്. ഇനി ഏതൊക്കെ പ്രോഗ്രാംസ് ആണ് നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാനായിട്ട് സാധിക്കുക, എവിടേക്കാണ് അതിന് ചാൻസ് ഉള്ളത് എന്നുള്ളതൊക്കെ പ്രോസ്പെക്ടസിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതാണ് പ്രോസ്പെക്ടസ്, ബി.എഡിൻ്റെ പ്രോസ്പെക്ടസ് ആണ് ഇപ്പോൾ കാണുന്നത്. ഇവിടെ നിങ്ങൾക്ക് ഓരോ പ്രോഗ്രാമിൻ്റെയും ഡീറ്റെയിൽസ്, അതായത് കംപ്ലീറ്റ് ഡീറ്റെയിൽസ് ഇവിടെ അവൈലബിൾ ആണ്. ഇപ്പം നിങ്ങൾക്ക് ഇവിടെ ഇൻസ്റ്റിറ്റ്യൂട്ട് ആൻഡ് സബ്ജക്ട്സ് ഫോർ ബി.എഡ് പ്രോഗ്രാം എന്ന് ഈ പ്രോസ്പെക്ടസിൽ കൊടുത്ത സ്ഥലത്ത് നിങ്ങൾക്ക് ഓരോ കോളേജിലും ഏതൊക്കെ സബ്ജക്ട്സ് ആണോ ഓഫർ ചെയ്തിട്ടുള്ളത്, നമ്പർ ഓഫ് സീറ്റ്സ് എത്രയാണ്, പിന്നെ ഗവൺമെൻറ് ആണോ എയ്ഡഡ് ആണോ ടൈപ്പും ഇവിടെ കൊടുത്തിട്ടുണ്ട്. അപ്പം ഇതൊരു നിങ്ങൾക്ക് ജസ്റ്റ് ഒന്ന് ഈ ഒരു വെബ്സൈറ്റിൽ കയറി നോക്കിയാൽ മതി. ഓരോന്നും വായിച്ചു പോയാൽ ഐ തിങ്ക് ദിസ് വീഡിയോ വിൽ ബി ടു മച്ച് ലെങ്തി. ഫറോ കോളേജ്, NSS ട്രെയിനിങ് കോളേജ്, യൂണിവേഴ്സിറ്റി ടീച്ചിങ് ഡിപ്പാർട്ട്മെന്റ്, അഗെയിൻ യൂണിവേഴ്സിറ്റി ടീച്ചർ എഡ്യൂക്കേഷൻ, കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി ടീച്ചർ എഡ്യൂക്കേഷൻ സെൻറ്റർ, അങ്ങനെ ഒരുപാട് സ്ഥലത്ത് ഡിഫറെൻറ്റ് ഡിസ്ട്രിക്റ്റിലായിട്ട് ഡിസ്ട്രിബ്യൂട്ട് ചെയ്ത് കിടക്കുന്നുണ്ട്. മലപ്പുറം, പാലക്കാട്, കോഴിക്കോട്, അങ്ങനെ ഓരോ സ്ഥലത്തും കാണാം. തൃശ്ശൂർ, വയനാട് ഉണ്ട്. സോ മെജോറിറ്റി ഓഫ് ദ ബി.എഡ് കോളേജസും സെൽഫ് ഫിനാൻസിങ് ആണ്. അപ്പോൾ സെൽഫ് ഫിനാൻസിങ് കോഴ്സിലും നിങ്ങൾക്ക് മെറിറ്റ് സീറ്റിലേക്ക് ഈ ഓൺലൈൻ ആപ്ലിക്കേഷൻ ആണ് കൊടുക്കേണ്ടത്. പിന്നെ മാനേജ്മെൻറ്റ് സീറ്റ്സും മറ്റു കാര്യങ്ങളും ഉണ്ട്. അതിൻ്റെ ഡീറ്റെയിൽസ് മറ്റൊരു വീഡിയോയിൽ പറഞ്ഞുതരാം. മാനേജ്മെൻറ്റ് സീറ്റ്സും പിന്നെ കമ്മ്യൂണിറ്റി സീറ്റ്സും ഒക്കെ എങ്ങനെയാണ് ഫില്ല് ചെയ്യുന്നത് എന്നുള്ള ഡീറ്റെയിൽസ്. അപ്പോൾ ഇത് കുറച്ച് അധികം കോളേജസും കോഴ്സസുമായിട്ട് വരുന്നുണ്ട്. യു ക്യാൻ ഗോ ത്രൂ ഓൾ ദാറ്റ്. ഇനി എലിജിബിലിറ്റി, ഓരോന്നിനും എലിജിബിലിറ്റി വരുന്നത് ഡിഗ്രിയാണ്, ആസ് യു നോ. പിന്നെ നിങ്ങൾ PG ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് എക്സ്ട്രാ മാർക്സ് കിട്ടുന്നതായിരിക്കും, അതിൻ്റെ ഒരു വെയിറ്റേജ് ഉണ്ടാവുന്നതായിരിക്കും. അതേപോലെ എൻജിനീയറിംഗ് പീപ്പിളിനും ബി.എഡ് അപ്ലൈ ആവുന്നതാണ്. ഓക്കെ, സോ ദീസ് ആർ ദ മിനിമം ഡീറ്റെയിൽസ് ആണ് ഇപ്പോൾ പറഞ്ഞിട്ടുള്ളൂ. അപ്പം ഏജ് റിലാക്സേഷൻ, മാർക്ക് റിലാക്സേഷൻ, ഓരോ സബ്ജക്റ്റിൻ്റെ എലിജിബിലിറ്റി ഡീറ്റെയിൽസ് പറയുന്നുണ്ട്. സോ ദിസ് ഇസ് ഇറ്റ്.
ഓരോ സീറ്റ് ഡിസ്ട്രിബ്യൂഷൻ, ഓരോ കോട്ട എത്ര സീറ്റ്സ് വരുന്നു. അപ്പോൾ കമ്മ്യൂണിറ്റി സീറ്റ്സ് നിങ്ങൾക്ക് കാണാം. ഫോർവേഡ് കമ്മ്യൂണിറ്റി കോളേജസും ഉണ്ട്, ബാക്ക്വേർഡ് കമ്മ്യൂണിറ്റി കോളേജസും ഉണ്ട്. ഫോർവേഡ് ആണെങ്കിൽ 10% കമ്മ്യൂണിറ്റി സീറ്റ്സ് ഉണ്ട്, ബാക്ക്വേർഡ് ആണെങ്കിൽ 20% ഉണ്ട്. മാനേജ്മെന്റ് കോട്ട സീറ്റ്സ് 15% വരുന്നുണ്ട്. അപ്പം കുറേ പേര് തന്നെ മാനേജ്മെന്റ് സീറ്റ്സ് ഓൾറെഡി ബുക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പം അങ്ങനെ മാനേജ്മെന്റ് സീറ്റ്സിന് അപ്ലൈ ചെയ്യാൻ താല്പര്യമുള്ളവർ വളരെ പെട്ടെന്ന് തന്നെ കോളേജുമായിട്ട് ബന്ധപ്പെടുക. ആൻഡ് നിങ്ങളുടെ ഡീറ്റെയിൽസ് ഒക്കെ കൊടുക്കുക, ആപ്ലിക്കേഷൻ കൊടുക്കുക, കാര്യങ്ങളൊക്കെ ചെയ്യുക. സോ ഓൺലൈൻ ആപ്ലിക്കേഷൻ സാധാ കാണുന്ന ഒരു ആപ്ലിക്കേഷൻ, ക്യാപ്പ് ഐ ഡിയും പാസ്വേഡും വെച്ചിട്ട് ലോഗിൻ ചെയ്യുക. നിങ്ങളുടെ ബേസിക് ഡീറ്റെയിൽസ്, അക്കാഡമിക് ഡീറ്റെയിൽസ്, കോളേജ് സെലക്ഷൻ, ഇൻഡെക്സ് മാർക്സ്, ഇത്രയും കാര്യങ്ങൾ എൻ്റർ ചെയ്ത് കൊടുക്കുക. ആപ്ലിക്കേഷൻ ഫീ കൊടുക്കുക. 555 ആണ് ജനറൽ കാൻഡിഡേറ്റ്സിന്. SC ST കാൻഡിഡേറ്റ്സിന് 170 റുപ്പീസ് ആണ്. എന്നിട്ട് ഫൈനലി ആ ഒരു ആപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്യുക, ഫൈനലൈസ് ചെയ്യുക, പ്രിൻ്റ് എടുക്കുക. പ്രിൻ്റ് എടുത്തില്ലെങ്കിലും അറ്റ്ലീസ്റ്റ് സേവ് ചെയ്ത് വെക്കുക PDF. പിന്നെ മറ്റ് ഡീറ്റെയിൽസ് വരുന്നത് ട്രയൽ അലോട്ട്മെൻറ്റ് ആൻഡ് അലോട്ട്മെൻറ്റ് ഡീറ്റെയിൽസ്. അപ്പോൾ ട്രയൽ അലോട്ട്മെൻറ്റ് വരുന്നതും മറ്റ് അലോട്ട്മെൻറ്റ്സ് വരുന്നതും ആയ ഡേറ്റ്സ് ഒക്കെ പിന്നീടായിരിക്കും യൂണിവേഴ്സിറ്റി അറിയിക്കുന്നത്. ഇപ്പം പുറത്ത് വിട്ടിട്ടില്ല. ഇനി അലോട്ട്മെൻറ്റ് കിട്ടിക്കഴിഞ്ഞാൽ ആദ്യം തന്നെ നിങ്ങൾ ചെയ്യേണ്ടത് മാൻഡേറ്ററി ഫീ അടയ്ക്കുക എന്നുള്ളതാണ്. അപ്പം മാൻഡേറ്ററി ഫീ ഡീറ്റെയിൽസ് ഇപ്പോൾ ഇവർ പബ്ലിഷ് ചെയ്തിട്ടുണ്ട് യൂണിവേഴ്സിറ്റി. അപ്പം മാൻഡേറ്ററി ഫീ വരുന്നത് ജനറൽ കാൻഡിഡേറ്റ്സിന് 480 റുപ്പീസ് ആണ്. അതേപോലെ SC ST OEC കാൻഡിഡേറ്റ്സിന് 115 റുപ്പീസ് ആണ്. അങ്ങനെ സെക്കൻഡ് അലോട്ട്മെന്റ്, പെർമനന്റ് അഡ്മിഷൻ, അഡ്മിറ്റ് കാർഡ്, എല്ലാ ഡീറ്റെയിൽസും ഈ ഒരു പ്രോസ്പെക്ടസിൽ അവൈലബിൾ ആണ്. അപ്പോൾ നിങ്ങൾ ജസ്റ്റ് യു ഗോ ത്രൂ ദിസ് പ്രോസ്പെക്ടസ്. അപ്പോൾ ഏതൊക്കെ സബ്ജക്റ്റ് ആണ്, എവിടേക്കാണ് നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാവുന്നത് എന്നുള്ളത് ഇവിടെ കാണാൻ സാധിക്കുന്നതായിരിക്കും. ഇനി ഏതൊക്കെ കോളേജസ് ആണെന്നുള്ള ഡീറ്റെയിൽ ആയിട്ട് മറ്റൊരു വീഡിയോ ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻറ്റ് ചെയ്യാം. അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും മാനേജ്മെന്റ് സീറ്റ്സ് എങ്ങനെയാണ് അപ്ലൈ ചെയ്യുക, അല്ലെങ്കിൽ എന്തൊക്കെ ഡോക്യുമെന്റ്സ് ആണ് സബ്മിറ്റ് ചെയ്യേണ്ടത്, ഇങ്ങനെ എന്ത് ഡീറ്റെയിൽസ് അറിയണമെന്നുണ്ടെങ്കിലും ജസ്റ്റ് യു ക്യാൻ കമൻറ്റ് ബിലോ. അപ്പോൾ നമ്മൾ അതിൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ ചെയ്യുന്നതായിരിക്കും. സോ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, അതേപോലെ ഷെയർ ചെയ്യുക. പിന്നെ B.Ed ആപ്ലിക്കേഷൻ സ്റ്റാർട്ട് ചെയ്തു എന്നുള്ള വിവരം എല്ലാവരുമായിട്ട് ഷെയർ ചെയ്യുക. അറ്റ്ലീസ്റ്റ് ഷെയർ ദാറ്റ് ഇൻഫർമേഷൻ. വീഡിയോ ഷെയർ ചെയ്തിട്ടില്ലെങ്കിലും ഈ കാര്യം എല്ലാവരും അറിയട്ടെ. കാരണം വളരെ കുറച്ച് ഡേറ്റ്സ്, കുറച്ച് ടൈമേ ആപ്ലിക്കേഷനൊക്കെ വരുന്നുള്ളൂ. അപ്പോൾ എല്ലാവരുമായിട്ട് ഈ ന്യൂസ് സ്പ്രെഡ് ചെയ്യുക. സോ താങ്ക്സ് ഫോർ വാച്ചിങ്. കീപ് സപ്പോർട്ടിങ്. താങ്ക് യു.